കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോഴും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അരളിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള മക്കള് അവരുടെ ജീവിതാവസ്ഥകളുടെ മേലും അവരുടെ കുടുംബങ്ങളുടെ മേലും അവരുടെ ആശങ്കകളുടെ മേലും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾ ശിരസ് നമിച്ചുകൊണ്ട് കൈകൾ കുപ്പിക്കൊണ്ട് ഈ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ദേവാലയ കൃപാസ്ഥാനത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നത്. അമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാകുകയും അതുപോലെ തന്നെ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിങ്ങളുടെ ഓരോ ശ്വാസങ്ങളിലും നിങ്ങൾ ചെയ്യേണ്ട, കർത്താവ് പറഞ്ഞു, നീ ചെയ്യേണ്ട കാര്യങ്ങൾ നിൻ്റെ മുഖത്തൊക്കെ ഉപദേശിക്കുന്ന കർത്താവ്, നീ പോകുന്നിടത്തല്ല നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുന്ന കർത്താവിൻ്റെ വാഗ്ദാനപ്രകാരം പരിശുദ്ധ അമ്മ നിങ്ങളുടെ കൂടെ സഹചാരിയായി മാറുകയും നിങ്ങൾ ഇന്ന് പോകുന്ന വിഷയങ്ങളെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾ, ജോലിക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ഉദ്യോഗസ്ഥരെ, അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ, ജോലി അന്വേഷിച്ച് പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, ടെസ്റ്റിന് പോകുന്നവർ, പരീക്ഷയ്ക്ക് പോകുന്നവർ, ഓരോരോ ചെറുകിട ജോലികൾ ചെയ്തു പോകുന്നവർ, കർത്താവെ പുതിയ സാമ്പത്തിക ക്രമങ്ങൾ വരുമ്പോൾ ആൾക്കാർക്ക് ഞെരുങ്ങുന്നവർ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ നഷ്ടപ്പെടാൻ പോകുന്നവർ, വിസ പുതുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അങ്ങനെ എല്ലാ മക്കളും എന്തിനെല്ലാം വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുന്നു അവിടെ എല്ലാം ദൈവത്തിൻ്റെ കരുണ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നാമത്തിന് പൊതിഞ്ഞു നിൽക്കട്ടെ. Pieces put up for grace. നമ്മൾ വളരെ പ്രഗ്മാറ്റിക്കായിട്ട് യൂട്ടിലിറ്റേറിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്നുണ്ടാകുന്ന പ്രയോജനത്തിൻ്റെ അക്കത്തൂക്കങ്ങൾ അനുസരിച്ചുകൊണ്ട് അത് ആനുപാതികമായിട്ട് ദൈവം അവനോട് ഇൻട്രാക്ട് ചെയ്യുന്ന വളരെ കർക്കശമായ ചില നിലപാടുകൾ ദൈവഭാഗത്തു നിന്നുണ്ടാകും. അതാണ് നമ്മൾ പറയണത്. 25-ാം അധ്യായം 30-ാമത്തെ വാക്യം. പ്രയോജനമില്ലാത്ത ആ ഭൃത്യനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നരകമായിരിക്കും എന്നാ പറയണേ. ചുരുങ്ങിയ ഭാഷ, മിതമായ ഭാഷ പറഞ്ഞ നരകമായിരിക്കും എന്നാണ് മടിയന്മാർക്ക് പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിരുസന്നിധിയിൽ വാല്യൂ ആകണം, വില ഉണ്ടാകണം. നമ്മൾ ഈ വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി ഒന്നും വരത്തില്ല. മനസ്സിലൊന്ന് വിചാരിച്ചാൽ മാത്രം മതി. നമ്മുടെ വിലയും വിചാരവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഈ രക്തസ്രാവക്കാരി രോഗിയല്ലേ, അവൾ ഉള്ളിൽ വിചാരിച്ചതല്ലേ ഉള്ളൂ. മത്തായി 9:21 വായിച്ചോളൂ. അവന്റെ വസ്ത്രത്തിൽ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു. ഇത് നമ്മൾ ഇന്നലെ കണ്ട വചനമായിട്ട് ബന്ധമുണ്ട്. എന്താണ്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം ഇവക്കുണ്ട്. എന്താ കാര്യം? അവളുടെ ഉള്ളിൽ വിചാരമാണ്. എന്താണ്? അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എങ്കിലും തൊടാനിടയായ. ഇപ്പം ചില ആൾക്കാരൊക്കെ വിശ്വസിക്കുന്ന സാക്ഷ്യം പറയുമ്പോൾ കേൾക്കാം, കൃപാസനത്തിൻ്റെ മണ്ണിലൊന്ന് ചവിട്ടാനിടയായാൽ മതി എന്ന് പറയും. അപ്പോൾ ഒരു പ്രാവശ്യമല്ല, ഒത്തിരി പേര് സാക്ഷി ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം അമ്മമാതാവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ചെല്ലാനിടയായാൽ മതി എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് തക്ക വിശ്വാസമാകും. അവരുടെ വിശ്വാസം ദൈവത്തിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിന് കൈയും കാര്യം എടുത്ത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ, ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളെ വെറുതെ ഉള്ളിലൊന്ന് ചുമ്മാ വിചാരിച്ചാൽ മതി, അത് വിചാരിക്കാനും നടക്കും. അപ്പം ഏറ്റവും വലിയ എളുപ്പമാർഗം ദൈവത്തിന് ഒരു ദിവസം കടന്നു പോകുമ്പോൾ, നമ്മളെ കടന്നു പോകുമ്പോൾ, ഇന്നത്തെ ദിവസം നിങ്ങളെ ഒരു ഉദാഹരണം എടുത്തോ. ഇപ്പം ഞങ്ങളൊക്കെ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം ദൈവം അങ്ങനെ ആക്കിയതാണ്. രാവിലെ 5:30 തുടങ്ങുമ്പോൾ 5:30 ഞാനൊരു 4 മണിയൊക്കെ 4:30 എഴുന്നേക്കും. അപ്പോഴുള്ള ബ്രീവരിയും കാരണ നമസ്കാരം, ജവമാല 2-3 ജവമാലൊക്കെ ചെല്ലും. ചെല്ലിയ ശേഷം ഞാൻ എൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കും. പിന്നെ പള്ളി കുർബാനയ്ക്ക് പോകും. കുർബാന കഴിയുമ്പോൾ പിന്നെ കൗൺസിലിംഗ് അല്ലേ, ആൾക്കാരുമായിട്ട് പ്രാർത്ഥിക്കുകയല്ലേ. അത് 6-7 മണിവരെ പ്രാർത്ഥിക്കും. പിന്നെ രാത്രി നമ്മൾ സ്വകാര്യ പ്രാർത്ഥനകൾ. അപ്പോൾ ഇതിനുള്ളിൽ എന്തുമാത്രം ആത്മാക്കളെ വീണ്ടെടുക്കുകയും എന്തുമാത്രം പേർക്ക് ധൈര്യം കൊടുക്കുകയും ചെയ്യുമ്പോൾ
നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പിടിപാടായി. എന്താണ്? ദൈവത്തിൻ്റെ സന്നിധി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എന്താണ്? പ്രയോജനമുള്ള വ്യക്തിയായി മാറി. ഇതുപോലെയാണ് നിങ്ങൾക്കും സാധിക്കും ഇത്. എന്താ കാര്യം? നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയും കുഞ്ഞുങ്ങൾക്കും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കണം.